സോ ഇതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈയുടെ മുകളിലായിട്ടൊരു 4 hour ടൈം ഫ്രെയിമിൽ തന്നെ ലാസ്റ്റ് ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തൊരു ഏരിയാസ് ഉണ്ട്. സോ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വൺസ് ഇത് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിലായിട്ടൊരു 1 day ടൈം ഫ്രെയിമിലും അതുപോലെ തന്നെ 4 hour ടൈം ഫ്രെയിമിലും ഒരു ഓർഡർ ഫ്ലോയും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു സപ്ലൈ ലെവൽ ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു നല്ല രീതിയിലൊരു സെൽ ഓഫ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് പ്രൊവൈഡഡ് ബൈ ട്രേഡ് മാക്സ്. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ഗോൾഡിൻ്റെയും യൂറോ യൂഎസ്ഡിയുടെയും ചാർട്ട് നോക്കിയായിരുന്നു അല്ലേ. സോ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആൻഡ് ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. സോ ലാസ്റ്റ് ഡേയ്സ് 1 hour നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1 hourൻ്റെ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വരാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എക്സാക്ട്ലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1 hourൻ്റെ ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ചൊരു പുൾ ബാക്ക് ആക്ച്വലി ഒരു ബുള്ളിഷ് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ പോകുന്നത്. സോ നമ്മൾ കാലത്ത് തന്നെ ഒരു എൻട്രി സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇട്ടൊരു ട്രേഡ് SL ആയിരുന്നു. അതിനുശേഷം നമ്മളൊരു സെൽ സെറ്റപ്പ് പിന്നെയും ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തായിരുന്നു. സോ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് TP അത് ഹിറ്റായി. അതിനുശേഷം ആ ട്രേഡ് വന്ന് ബ്രേക്ക് ഈവനായി. ഓക്കെ, ഇനി അടുത്ത മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് പോകാൻ പോകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hourൽ ഒരു മേജർ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം 1 hourൻ്റെ തന്നെ ഒരു സപ്ലൈ ലെവലിൽ നിന്നാണ് പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 minute ഓൾറെഡി നമുക്കൊരു ലിക്വിഡിറ്റി സിറ്റിംഗ് ഉണ്ട് താഴെ. അതിന് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള 15 minute ഡിമാൻഡും ഉണ്ട്. സോ പ്രൈസ് ഏതർ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നുള്ള മൂവ്മെൻറ്റ് കാണാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ തന്നെ ആയിട്ട് ഒരു 1 hourൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് അവിടെ തന്നെ ഒരു അൺമിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോയും കാണാം. സോ ഈ ഒരു 2 ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത് ഇവിടെ നിന്ന് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു TP ബുക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ആണ്. സോ അപ്പോൾ നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രേഡ് പ്ലേസ് ചെയ്യുക, ഒരു റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും ഒരു ഫസ്റ്റ് TP എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിൽ തന്നെ ബുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈയുടെ മുകളിലായിട്ടൊരു 4 hour ടൈം ഫ്രെയിമിൽ തന്നെ ലാസ്റ്റ് ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തൊരു ഏരിയാസ് ഉണ്ട്. സോ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വൺസ് ഇത് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിലായിട്ടൊരു 1 day ടൈം ഫ്രെയിമിലും അതുപോലെ തന്നെ 4 hour ടൈം ഫ്രെയിമിലും ഒരു ഓർഡർ ഫ്ലോയും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു സപ്ലൈ ലെവൽ ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു നല്ല രീതിയിലൊരു സെൽ ഓഫ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ കറൻ്റ്ലി നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് വ്യൂ ആണ്. സോ നമ്മുടെ ബുള്ളിഷ് വ്യൂ അത് ഫെയിൽ ആവണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇന്നത്തെ ഒരു ബുള്ളിഷ് വ്യൂ ഫെയിൽ ആവുള്ളൂ. സോ നമുക്കിനി അടുത്ത ഒരു ചാർട്ടിലേക്ക് പോവാം. സോ നമുക്ക് യൂറോ USDയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനതിൽ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 hourൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ട്. സോ അതിനനുസരിച്ചുള്ള ലിക്വിഡിറ്റിയും സിറ്റിംഗ് ആയിരുന്നു. സോ എക്സാക്ട്ലി ആ 4 hourൻ്റെ ഡിമാൻഡിലേക്ക് പ്രൈസ് വന്നതിന് ശേഷമാണ് പ്രൈസ് ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇനി നമുക്കൊരു ഏതൊരു ഏരിയയിൽ നിന്ന് ബൈ നോക്കാം. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 minute ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള റിയാക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 15 minute ഡിമാൻഡിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നതും. സോ മേ ബി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ ഈ കാണുന്ന ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം പ്രൈസിന് ഒരു മുകളിലേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരു ബൈ കിട്ടിക്കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിൽ തന്നെ ഒരു ഫസ്റ്റ് TP ബുക്ക് ചെയ്താൽ അതിന് ശേഷം ബ്രേക്ക് ഈവൻ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം മാർക്കറ്റ് ഇനിയും ഒരു താഴത്തേക്ക് ഒരു പുൾ ബാക്ക് എടുത്തതിന് ശേഷമായിരിക്കും ഒരു ആക്ച്വൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ നമുക്കൊരു ലോങ് ടൈമിലേക്ക് ഒരു ബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം തന്നെയല്ല. എന്നിരുന്നാലും നമുക്ക് ഈ കാണുന്ന ഒരു 4 hourൻ്റെ ഒരു അൺമിറ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിക്ക് ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി ലാസ്റ്റ് ഡേയ്സ് ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോയിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു വിക്ക് അവിടെ ഫോം ആയിരുന്നത്. സോ ഈ ഒരു ഏരിയയിലേക്കൊക്കെ ബൈ നോക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൽ പ്രഷർ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ ആ ഒരു സെൽ പ്രഷർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ഒരു സെൽ ഓഫിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ടുഡേ. സോ നമുക്ക് നാളെ വീണ്ടും ഒരു അനലൈസ് ആയിട്ട് പിന്നെയും കാണാം. സോ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന അനലൈസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഓരോ ഡൗട്ട്സും കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.